ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മീഖ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധിപൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. വളരെയധികം അറിയപ്പെടാത്തതും അപ്രസക്തവുമായ ഒരു ചെറിയ ഗ്രാമമായ ബേത്ലഹേമാണ് രാജാക്കന്മാരുടെ രാജാവ് തന്റെ ജന്മസ്ഥലമായി തിരഞ്ഞെടുത്തത്. താഴ്മയുള്ളവരിൽ വസിക്കുന്ന ദൈവത്തിന്റെ വിസ്മയഭാവമാണ് യേശു കർത്താവിന്റെ ബേത്ലഹേമിലെ ജനനം. പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നതിനും കൂടിയാണ് ബേത്ലഹേം മനുഷ്യാവതാര വേദിയാക്കിയത്. വാഗ്ദത്ത മെശിഹായെപ്പറ്റിയുള്ള പ്രവചനങ്ങൾ നിവൃത്തിയാകാൻ ഇമ്മാനുവേലിന്റെ ജനനം ബേത്ലഹേമിൽ തന്നെ ആകണമെന്ന് ദൈവം യുഗങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചിരുന്നു. അത് 700 വർഷങ്ങൾക്ക് മുമ്പ് മീഖ പ്രവാചകന് വെളിപ്പെടുത്തി. നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുകയും മനം തകർന്നവരെ സൗഖ്യമാക്കുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിസ്മയ കാരുണ്യമാണ് പ്രശസ്തിയും പ്രസക്തിയുമില്ലാതിരുന്ന ബേത്ലഹേമിനെ തിരഞ്ഞെടുത്തതിലൂടെ ദൈവം വെളിപ്പെടുത്തിയത്. എളിയവരെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ ആട്ടിടയ ബാലനായ ദാവീദിനെയും ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ വിനയാന്വിതയായ മേരിയെയും ഭൂലോകത്തെ കീഴ്മേൽ മറയ്ക്കുവാൻ സാധാരണക്കാരായ ശിഷ്യന്മാരെയുമാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതെ, വിവേകികളെയും ജ്ഞാനികളെയും മാറ്റി നിർത്തി എളിയവരിൽ പ്രസാദിക്കുന്ന ദൈവത്തിന്റെ സമീപനം തീർച്ചയായും വലിയൊരു മിസ്റ്ററിയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് സമർപ്പണത്തോടെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ ദൈവം വിസ്മയ പ്രവർത്തികളാക്കും. അതുകൊണ്ട് സർവശക്തൻ കൂടെയുള്ളപ്പോൾ നമ്മുടെ പരിമിതികളെ ഓർത്ത് നമ്മൾ ഒരിക്കലും ആകാംക്ഷപ്പെടേണ്ടതില്ല. ശക്തനായവൻ നമ്മെ എല്ലാത്തിനും ശക്തരാക്കും. നിസ്സാരരാണ്, വിദ്യാഭ്യാസമില്ല, പ്രൗഢിയും ശ്രേഷ്ഠതയുമില്ല, കുടുംബ പാരമ്പര്യമില്ല, പ്രതിരോധിക്കുവാൻ ശക്തിയില്ല, ആൾബലമില്ല, ബുദ്ധിശാലികളുടെ ചതിയും കെണിയുമൊന്നും തിരിച്ചറിയുവാനുള്ള കഴിവില്ല, ചൂഷണം ചെയ്യപ്പെടുകയാണ്, സമൂഹത്തിൽ പരിഹാസ വിഷയമാണ്, അനാഥരാണ്, അവകാശങ്ങളും നീതിയും നിഷേധിക്കപ്പെട്ടവരാണ്, പാപിയാണ്, രോഗത്തിലും മരണാവസ്ഥയിലുമാണ്. ഇങ്ങനെയുള്ള നിസ്സഹായ ചിന്തകളിലും ശിഥിലവികാരങ്ങളിലും മനം തളർന്ന അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ? ഇതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ എളിയവരെ കരുതുന്ന ദൈവം തീർച്ചയായും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്ന ബേത്ലഹേമിൽ ജന്മമെടുക്കുവാൻ തിരുമനസ്സായ ഇമ്മാനുവേൽ ദൈവം നമ്മുടെ കഷ്ടതകളിൽ കടന്നുവരും, നമ്മോടൊപ്പമുണ്ടാകും. കാലിത്തൊഴുത്തിൽ ജനിച്ചവനും 3 വർഷക്കാലം കാൽനട യാത്രക്കാരനായി നടന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷം പങ്കുവച്ചവനും തലചായ്ക്കുവാൻ സ്വന്തമായി ഇടമില്ലാതിരുന്നവനും
സുവിശേഷം അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിർധനരായി ലോകത്തിലേക്ക് പറഞ്ഞയച്ചവനും എളിയവരോട് പക്ഷം ചേർന്നവനും ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി വിനീത ശുശ്രൂഷയുടെ മാർഗം കാണിച്ചു തന്നവനുമായ നമ്മുടെ കർത്താവ് പരിമിതികളും കുറവുകളുമുള്ളവരെ ഒരിക്കലും കൈവിടില്ല. ഇത് സങ്കീർത്തനക്കാരന്റെ സാക്ഷ്യമാണ്. 34-ാം സങ്കീർത്തനം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന സർവശക്തൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മോടൊപ്പമുണ്ടായിരിക്കും. നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളും പോരായ്മകളുമൊക്കെ നമ്മുടെ കർത്താവിന് അറിയാം. നമ്മുടെ ബലഹീനതയ്ക്ക് ദൈവത്തിന്റെ പ്രത്യേക കരുതലുണ്ടാകും. ഭിക്ഷക്കാരനും വ്രണിതനും അസ്പർശനും തെരുവിലെ അനാഥനുമായിരുന്ന ലാസറിനെ അബ്രഹാമ്യ കൂട്ടായ്മയിലേക്ക് ഉയർത്തിയ ദൈവം, നമ്മുടെ ദൈവം, നമ്മുടെ വീഴ്ച താഴ്ചകളിൽ നമ്മോടൊപ്പം ഉണ്ടാകും. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം. എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കും, അവരുടെ ദേശം സമ്പുഷ്ടമാക്കും. മത്തായി 23-ാം അധ്യായം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.